ഹായ് ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. ഈ നാരങ്ങ ഞാൻ നോമ്പിന് വെള്ളം കലക്കുമല്ലോ, നമ്മൾ നാരങ്ങ വെള്ളം കലക്കും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കലക്കിയപ്പോൾ ഞാൻ അതിൻ്റെ നാരങ്ങ പീഞ്ഞ തോട് ഞാൻ ഉപ്പിലിട്ട് വെച്ചാണ്. ഇതുപോലത്തെ സ്വഭാവമുള്ളവരൊക്കെ കമൻ്റ് ആക്കണേ. അങ്ങനെ അത് ഞാൻ ഉപ്പ് അതുപോലെ വിനാഗിരി ഒഴിച്ചിട്ട് വെച്ചതായിരുന്നു. അതിന് ഞാൻ കഷ്ണങ്ങളാക്കി. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കാന്താരി മുളകും അതുപോലെ ഒരു 6-7 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നമുക്കൊരു മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കണേ. ഈ അച്ചാർ ഒരു വെറൈറ്റി അച്ചാറാണ്. കാരണം ഇതുപോലെ ആരെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കാന്താരി മുളകും ഒക്കെ കൂടെ ഇട്ട് നമുക്ക് പേസ്റ്റ് ആക്കാം. അപ്പോൾ ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് അച്ചാർ ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ല രീതിക്ക് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ മുളകും പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അച്ചാർ പൗഡറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കണില്ല. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണ ചൂടായി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കരിവേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കണവർ കരിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഈ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് വെളിച്ചെണ്ണയിൽ വെച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഇതാ എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മുടെ നാരങ്ങയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഉപ്പിലിട്ടച്ചതാണല്ലോ നാരങ്ങൻ്റെ തോട്. അങ്ങനെ ഇതിനെ എന്താ പറയുക, ഈ അരപ്പിലേക്ക് നാരങ്ങ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളി സ്മെല്ല്, തിന്നാൻ തോന്നുന്നുണ്ട്. കാരണം നാരങ്ങ ഒരു പ്രത്യേക സ്മെല്ലുള്ള. ഞാൻ പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക, മഞ്ഞൾപ്പൊടി എല്ലാത്തിലും ചേർക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഞാൻ ഇതിനെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത് ഉപ്പ് കിടന്നിട്ട് തന്നെ ആയിട്ടുണ്ട്. എന്നാലും ഒരു 3-4 മിനിറ്റ് ഞാൻ വേവിച്ച് കൊടുക്കുന്നുണ്ട് ഈ നാരങ്ങനെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒരു ഭരണിയിലേക്ക് ആക്കി വെക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒന്നും എടുക്കില്ല കേട്ടോ. ഇതെല്ലാം കൂടെ ഈ മസാലയും നാരങ്ങയൊക്കെ കൂടെ കുറച്ച് ദിവസം ഇരുന്ന് സെറ്റായ അടിപൊളിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.